പത്തനംതിട്ടയിലെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് MD സ്ഥാനം ഒക്കെ രാജിവെച്ചിട്ട് മൂർത്തിസ് ജ്വല്ലറിയിലേക്ക് ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനന്തപുരി തറവാട്ടിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിയിരുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ അനിയെ വിളിച്ച് വരുത്തിയിട്ട് ഒരു പുറത്ത് വെച്ചിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് അനിയോട് നമ്മുടെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, ഇനി നീ വേണം എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇനി ഞാൻ എന്തായാലും അങ്ങോട്ടില്ല. എന്തായാലും ഞാൻ ദുബായിൽ പോയ സമയത്ത് നീ നല്ലതുപോലെ കൊണ്ട് നടന്നിരുന്നല്ലോ, അതുപോലെ നീ അങ്ങ് കൊണ്ട് നടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് അനിയെ വളരെയധികം സങ്കടത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അനിയ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല ആദർശേട്ടാ, ഇത്രയും കാലം ഈ ഒരു സ്ഥാപനം ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിരുന്നത് ആദർശേട്ടനാണ്. ഇപ്പോൾ ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി, ചെറിയതല്ല വലുത് തന്നെയാണ്, പക്ഷെ അത് ചതിയിലൂടെ സംഭവിച്ചതാണല്ലോ. പക്ഷേ ആദർശേട്ടൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എന്തായാലും എടുക്കരുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടതല്ലേ, ഇത്രയും കാലം ഞാൻ തോറ്റിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കാണിച്ചത് അലസതയാണെന്നാണ് മുത്തശ്ശൻ കരുതിയിരുന്നത്. പക്ഷെ അതൊന്നല്ല, എന്തായാലും അവിടെ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായി. ഏതായാലും ഞാനിപ്പോൾ വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടെ അതാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തി തന്നെയുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തൽക്കാലം പടിയിറങ്ങി എന്നുള്ള രീതിയിൽ നിൽക്കട്ടെ. കാരണം എൻ്റെ നീക്കങ്ങൾ അനന്തപുരി തറവാട്ടിൽ നിന്നാൽ എല്ലാവരും ശത്രുക്കളും ഒക്കെ അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിട്ടു നിന്നാലേ കാര്യങ്ങൾ അവരറിയാതിരിക്കുള്ളൂ എന്നുള്ള ഒരു പ്ലാനിങ്ങും ആദർശ് നമ്മുടെ അനിയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷവും സമാധാനമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവന്തികയാണെന്നുണ്ടെങ്കിൽ ആദർശിൻ്റെ കാര്യത്തെക്കുറിച്ചും പുകച്ച് പുറത്ത് ചാടിച്ചതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ആദർശിനെ പുറത്ത് ചാടിക്കാനും പുകച്ച് പുറത്ത് ചാടിക്കാനും എളുപ്പം സാധിച്ചു. അതിലും വലുതല്ലല്ലോ ഈ അനി എന്ന് പറയുന്നവന്. അതിനേക്കാളും എളുപ്പത്തിൽ അവനെ പുറത്ത് ചാടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് എനിക്ക് വരണം എന്നൊക്കെ അവന്തിക ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അനിയുടെ മനസ്സിലേത്തോ ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ളൊരു വിവരം അവന്തിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നന്ദു ആണെന്നുള്ളത് അവന്തികയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അവന്തിക ചിന്തിക്കുന്നത്, എന്തായാലും അനിയേട്ടൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്, അത് നന്ദു ആണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയൊക്കെ അമ്മയും തന്നിരുന്നു. ഇനി അത് തുടരുന്നുണ്ടെങ്കിൽ എന്തായാലും അതിലേക്ക് ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് ഈ ഒരു ഓഫീസിൽ നിന്നുള്ള ശ്രദ്ധ എന്തായാലും വിട്ടു നിർത്തണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്തിക അനിയയോട് കൂട്ടുകൂടിയിട്ട് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, നന്ദുവിനെ കല്യാണം കഴിച്ചുകൂടെ, എനിക്ക് സമ്മതമാണ്, ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു, ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടിയാണോ അനിയേട്ടൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, ഞാനും നന്ദും ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനി കൂടുതൽ തുറന്ന് പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് അവന്തികയാണെങ്കിൽ നന്ദുവിനോട് കൂടണം എന്നുള്ള കാര്യങ്ങളും സപ്പോർട്ടും ഉണ്ടാകും. എന്തായാലും അതാണ് നല്ലത്, അനാമികയെ പോലുള്ളവൾ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. എന്തായാലും ഇനി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ നന്ദുവിനെ തന്നെ കല്യാണം കഴിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ചു വിടുകയാണ്. അതിൽ അനിക്ക് ഓഫീസിലെ കാര്യങ്ങളിൽ ചെറിയൊരു പാളിച്ചയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇക്കാര്യം മുത്തശ്ശൻ അറിഞ്ഞിട്ട് അനിയോട് ചൂടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശ് കൊണ്ട് നടന്നിരുന്ന ഒരിതാണ്, ഏട്ടനായിട്ട് ഇത്രയും തറ പറ്റിച്ച് നശിപ്പിച്ചു, ഇനി നീയായിട്ടും അതിനാണോ ശ്രമിക്കുന്നത്? എന്തായാലും നിൻ്റെ കൂടെ ഞാൻ ഒരാളെയും കൂടെ ചേർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്നെ മാത്രം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, കാരണം നിൻ്റെ ചിന്തകൾ മറ്റുള്ളതിലേക്കാണല്ലോ പോകുന്നത്. അത് നിന്നോട് എത്ര നടക്കില്ല എന്ന് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ഇതുവരെ ഞാൻ നിൻ്റെ എല്ലാ കാര്യത്തിനും കൂട്ടു നിന്നിരുന്നു, പക്ഷേ ഇനി എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. എനിക്കിപ്പോൾ എൻ്റെ സ്ഥാപനമാണ്, അത് ആദ്യത്തെ നിലയിലേക്ക് എനിക്ക് എത്തിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയോടും ചൂടാകുന്നുണ്ട്. എന്നിട്ട് അവന്തികയെ ആ ഒരു നമ്മുടെ അനിയെയും ഒക്കെ നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ നിശ്ചയിച്ചിട്ട് അവന്തികയെ ആ സ്ഥാനത്തേക്ക് മുത്തശ്ശൻ കൊണ്ടുവരികയാണ്. പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ശത്രു അവന്തികയാണ് എന്നും അവന്തികയുടെ അച്ഛനാണ് എന്നുള്ളതും മുത്തശ്ശൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ അവന്തിക അധികാരമേൽക്കുകയാണ്. അനിയും അവന്തികയും ഒന്നിച്ച് അവിടെ ജ്വല്ലറി ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് മുത്തശ്ശൻ്റെ ഒരു ആ ഒരു വിശ്വാസം ഉള്ളത്. പക്ഷേ ആ ഒരു ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.